ஆனா இதை பத்தி இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறார். அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்னேன். സജയ് കുമാർ ചേരുന്നുണ്ട്. സജയ് കുമാർ, എന്ത് പരാമർശമാണ് ഇദ്ദേഹം നടത്തുന്നത്? ഇതിപ്പോൾ തമിഴ്നാട്ടിൽ വലിയ വിവാദമാവുകയാണല്ലോ. പാർലമെന്റിൽ ഈ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ DMK MPമാരടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ നീക്കം? സജിത്, തീർച്ചയായും തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിന്റെ ചെന്നൈ നീലാങ്കരയിലുള്ള വസതിക്ക് മുന്നിൽ ഇപ്പോൾ വൻ പോലീസ് സന്നാഹമാണ്. പ്രവർത്തകർ കൂടാതിരിക്കാൻ ബാരിക്കേഡുകൾ വെച്ച് സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. സുരക്ഷ ശക്തമാക്കാനുള്ള കാരണം ഇന്നലെ തഞ്ചാവൂരിൽ നടന്ന കാവേരി പ്രതിഷേധ റാലിക്കിടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെയും അതേപോലെ നടി തൃഷയെയും കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥത്തിലുള്ള പരാമർശം വലിയ രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ വിവിധ വകുപ്പുകളിൽ തഞ്ചാവൂർ പോലീസ് കേസെടുത്തു എന്നും അറിയാൻ കഴിയുന്നു. ഉദയനിധിയുടെ സ്ത്രീവിരുദ്ധമായ പ്രസംഗത്തിനെതിരെ ഭരണകക്ഷിയായ തമിഴക വെറ്റിക്കഴകം വനിതാ വിഭാഗം നൽകിയ പരാതിയെ തുടർന്ന് തഞ്ചാവൂർ പോലീസ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാവുന്ന സൂചനകൾ നിലനിൽക്കുമ്പോഴാണ് ചെന്നൈയിൽ ഇത്രയും വലിയ പോലീസ് സന്നാഹം. തഞ്ചാവൂരിൽ നിന്നുള്ള പ്രത്യേക സംഘം ഉൾപ്പെടെയുള്ള പോലീസ് സേന ചെന്നൈ നീലാങ്കരയിലെ വസതിക്ക് മുന്നിൽ ഉദയനിധി സ്റ്റാലിന്റെ വസതിക്ക് മുന്നിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് തടിച്ചുകൂടിയ DMK പ്രവർത്തകരെയും പോലീസും തമ്മിൽ വലിയ തർക്കവും അതേപോലെ സംഘർഷാവസ്ഥയും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. വസതിയുടെ മുന്നിൽ DMK പ്രവർത്തകർ ഇപ്പോൾ അമർന്നിരുന്ന സമരത്തിൽ ഏർപ്പെടുന്നുണ്ട്. അറസ്റ്റ് നടപടികളിൽ നിന്ന് ഉദയനിധി സ്റ്റാലിൻ DMK അഭിഭാഷകർ സംഘം മദ്രാസ് ഹൈക്കോടതിയിൽ സമീപിച്ച് ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സജിത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.